അയാമത്തെ ലച്ചിവാല അല്ലേ? ഇതാണ് നമ്മുടെ സാധനം. ചോലെ കുഞ്ചെ എന്താ പറഞ്ഞേ? ആ ഇതല്ല ഇതിനകത്ത് അങ്ങനെ പേര് കിട്ടാ. എടി അത് പ്രശ്നമൊന്നുമില്ല, അത് ശരിക്കും നോക്കിക്കോളാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെറാഡൂണാണുള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോ പരിപാടികൾ, പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാണ്ട്, പിന്നെ നമ്മളെ ഫാമിലിയും കൂട്ടിയിട്ട് നമ്മുടെ പുതിയ കാറിലുള്ള ആദ്യത്തെ ട്രിപ്പാണ്. ഞാൻ ആദ്യം കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലച്ചിവാല നേച്ചർ പാർക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലൊക്കേഷനാണ്. ഡെറാഡൂണിൽ വന്നാൽ എല്ലാവരും കാണേണ്ട ഒരു സംഭവമാണ്. നേച്ചർ പാർക്കാണ്. ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തൊരു പാർക്കാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട്. നമ്മൾ ഇതുവരെ വരാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കും വന്നിട്ടില്ല. ഞാനിവിടെ ഡെറാഡൂണിൽ ഇതുവരെ വരാണ്ട് ഇന്ന് ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് മാത്രമാണല്ലേ. മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ മുമ്പും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടി ഇവിടെ തൽക്കാലം ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്താണ്. മെയിൻ പാർക്കിംഗ് ഗേറ്റ് കടന്നിട്ടുള്ളിലാണ്. ഇത് ടിക്കറ്റ് ഇതാണ്. അഡൽട്ടിന് 120, അതായത് ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. ചിൽഡ്രന് 20 റുപ്പീസ്. അതുപോലെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് 50 വരുന്നത്. ഓക്കെ, ഇതാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. ടിക്കറ്റ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് വാ, ഒരു സാധനം കാണിച്ചല്ല. ഇവിടെ ഇതിൻ്റെ ഒരു വലിയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതല്ല, ഇങ്ങനൊരു സംഭവം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കേട്ടോ, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് നേച്ചർ പാർക്ക് ലച്ചിവാല അയാമറ്റ്, അങ്ങനെ ഒരു അയാമറ്റ് ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാം. പിന്നെ അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. അതാ ട്രെയിൻ പോകുന്ന ട്രാക്കാണ്. അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വഴിയുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് മതിയാ. ആ കണ്ണാ കയറുമോനെ, കയറിയേക്ക്, ഫോട്ടോ എടുക്കാലോ. ആടെ ഓക്കെ, ഫോട്ടോ എടുക്കേ. ഇതാ കുറേ പോസ്റ്റലും ചെയ്യുന്നുണ്ട്, കുറേ ഫോട്ടോയിൽ എടുത്തിട്ടുണ്ട്. അയാമത്തെ ലച്ചിവാല അല്ലേ? ലച്ചിവാല. അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി വണ്ടി എടുത്ത് ഉള്ളിലോട്ട് കയറണം. ഇത് ലച്ചി അല്ലേ? ആ, അത് ലച്ചിയല്ല, ലിച്ചിയാ. അതിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വലിയ 2 മരമുണ്ട് കേട്ടോ. മരം കാണിച്ചു തരാം. എന്ത് മരമാണെന്നറിയില്ല. അതിലിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മരം കേട്ടോ. ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഒന്നുണ്ട്. എന്നാ ഹൈറ്റ് നോക്കിയാ, ഏതാ മരം നോക്കാം. ഇതിൻ്റെ മുമ്പൊന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടി കയറി, ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇത് വലിയൊരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തിട്ട് ഉള്ളിലോട്ട് പോവാം. ഉള്ളിലാണ് പാർക്കിങ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കയറിയിട്ട് വണ്ടി എടുത്തിട്ട് ഉള്ളിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെല്ലെ ഉള്ളിലോട്ട് പോവുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി ഉള്ളിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. മൊത്തം ഫോറസ്റ്റ് ആട്ടാ. അത്ര വലിയ മരങ്ങളൊക്കെ കണ്ടോ അതിൻ്റെ സൈഡിൽ. എന്നാടി സംഭവം അല്ലേ ഇത്? പറ ചേച്ചി, വലിയ കാര്യം. വലിയ ലിപ്സ്റ്റിക്കാ. പിന്നെ ഇവിടെ മറ്റേ ബ്യൂട്ടി പരിപാടിക്കല്ലോ. മൊത്തം ഫോറസ്റ്റ് ആട്ടാ. അടിപൊളി സംഭവം അല്ലേ? ഇത് നല്ല തണുപ്പുണ്ടല്ലേ? സൈഡിലൊക്കെ നിർത്തിയിട്ട് റിഫ്രഷ്മെന്റും പരിപാടിയൊക്കെ
നടക്കും. നമ്മളെ കയ്യിൽ ഒന്നുമില്ല. വെള്ളം ഉണ്ടാടി. തണുത്ത വെള്ളം കഴിഞ്ഞില്ലേ? എന്താ തണുപ്പ്. അതിൻ്റെ ഉള്ളിൽ ഈ ഫോറസ്റ്റിനുള്ളിൽ കയറുമ്പോൾ കീക്കി അടിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റിന്റെ. പുലി, കടുവ, ആന, നരി, സിംഹം ഉണ്ടല്ലോ. അതൊന്നുമില്ലാണ്ട് പ്രതീക്ഷയില്ലേ കൂട്ടിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാർക്കിംഗ് ഏരിയ. ഇത് ഭക്ഷണം എന്നുള്ള സാധനം എടുത്തിട്ട് വരായിരുന്നു കേട്ടാ. അടിപൊളി പാർക്കിംഗ് ആണല്ല. സൂപ്പർ പാർക്കിംഗ്. നമുക്ക് ഫ്രണ്ട് ഇപ്പറാക്കിട്ട് വെക്കാം അല്ലേ? അതല്ലേ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നടന്ന് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടാ? എന്താ സാധനം എന്നറിയാം? കുളി. കുളി കാണാൻ പോവാ. ഇതാ രണ്ടുപേരതാ കുളി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഒരു സ്ട്രീമുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കുളിക്കാനും പറ്റുന്നതാണ്. അത് നമ്മൾ പോയി നോക്കട്ടെ. അതിൻ്റെ സംഭവം നോക്കിയിട്ട് വന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകും. ആ അതെ, അത് വേണ്ട കേട്ടാ. ഞാൻ കുളിക്കാണ്ട. പിന്നെ നോക്കട്ടെ, അങ്ങോട്ട് ഏതായാലും എൻട്രി ചെയ്യുന്നുണ്ട്. പോയിട്ട് നോക്കിയിട്ട് നമ്മൾ ഒന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യും. അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ. നമ്മൾ നാട്ടിലും കാണുന്ന സെയിം സാധനം. കുളി കുളി കുളി. ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ടില്ലടാ കാണാം. ഇതല്ല പ്ലാന്റ് മോർ ട്രീസ്. ഇത് ഇതെല്ലാം നല്ല സംഭവം കേട്ടോ. കാരണം വെച്ച് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ വഴി കണ്ടല്ലേ അല്ലടി, എത്ര മരാന്ന് ഒരു റോഡാക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര മരാന്ന് കൊത്തിമുറിച്ച് ഇതാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, എവിടെയല്ല. ഒരു വെട്ടിമുറിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും. പിന്നെ എടി മീനുണ്ടടി. ഇതൊക്കെ മീൻ നോക്കി കാണുന്നുണ്ടാവില്ല. മീനതാ തന്നെ ഇതിൽ മീനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വെട്ടിമുറിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10% പിന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമ്മളെ പ്രകൃതികളും രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. കുളിയും പരിപാടിയൊന്നും നമ്മൾ അധികം പിടിക്കാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ആൾക്കാരെ കുളിക്കുന്നുണ്ട്. ഇത് നമ്മളെ സംസ്കാരം പോയപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ ഒരു പൂവാണ്. അടുത്തുനിന്ന് കാണിച്ചു തരാം. എന്ത് പൂവാടി? ഇത് കണ്ട അടിപൊളിയല്ലേ? കള്ളപ്പൂന്നല്ല, ഇതുപോലത്തെ സാധനം നാട്ടിൽ കാണാറില്ല. അടിപൊളി പൂട്ടാ. പൂവാണോ പറിച്ചിട്ട്? ആ പൂ പറിച്ചിട്ട് നശിപ്പിക്കണ്ട. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ ഇവിടെ നിന്ന് വരുന്ന കാട്ടരുവിയാണ്, അല്ലെങ്കിൽ പുഴ അന്ന് വേണം പറയാം. അതിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള ഒരുപാട് ബണ്ടുകളായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. താഴെയും കണ്ടാൽ നല്ല ഓർഗനൈസ്ഡാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയാണ് ഇത് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ. അതൊന്ന് വെള്ളം നല്ലോണം ഒലിച്ച് പോകുന്ന വെള്ളം തന്നെയാണ്. അതിങ്ങനെ കെട്ടി നിർത്തിയതാണെന്ന് തോന്നുന്നു. ഒരുപാട് മീനുകളുണ്ട്. മീനുകളൊക്കെ ഇതാ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ നോക്കിയിട്ട് താഴോട്ട് പോകാം. പിന്നെ അധികം റഷില്ലാത്ത സ്ഥലത്ത് പിള്ളേരെ കൊണ്ട് കുളിപ്പിക്കണ്ടേ? കുറച്ച് കളിച്ചോട്ടെ. അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് വരാം. അതുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് കഴിക്കാം. ഫുഡ് കഴിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ചോലെ കുൽച്ചെ എന്നാ എൻ്റെ പേര്? ബാക്കി അതന്നെ ഒരു വെറൈറ്റി സാധനമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് സാധനം. 50 രൂപയാണ് പ്ലേറ്റിന്. അത് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ആക്കുക. ഒരു നമ്മളെ കുബൂസലം പോലത്തെ സാധനമാണ്. അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. ബ്രെഡിൻ്റെ സംഭവമാണ്. അതിൽ പിന്നെ മറ്റേ ചെന്ന ഈ സാധനം വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് ചാട്ട പോലെ ആക്കിയിട്ട് അതിങ്ങനെ കൊടുക്കും.
കഴിക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, ചോലെ കുൽച്ച. അടിപൊളി സാധനല്ലേ, നല്ല ടേസ്റ്റല്ലേ, സൂപ്പർ സാധനല്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ സാധനം കേട്ടാ. 2 ബ്രെഡും അല്ലേ, എന്നാൽ അതിൻ്റെ പേര് കുൽച്ച, അതും പിന്നെ അതിൻ്റെ ചന്ന സാധനം. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു, പിന്നെ ചെറുതായിട്ട് കുളി കണ്ടു. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്നില്ല കേട്ടാ, നമ്മളിവിടെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് ഒന്ന് പോകാമെന്ന് വെച്ച് നിന്നാ. അപ്പം ഏതായാലും കുളിക്കുന്നുണ്ട് പിള്ളേർക്ക്. പിന്നെ എന്താ പറഞ്ഞേ, പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതായാലും പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മളെല്ലാ സെറ്റപ്പിലാണ് വന്നിന്. ഇങ്ങനെ സ്വിമ്മിങ് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിങ് ഡ്രസ്സല്ല, പിന്നെ സാധാ ഡ്രസ്സ് കുളിക്കുമ്പോഴാൻ വേണ്ടിയിട്ട്. കാരണം വേറെയും 1-2 പ്ലാനുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ഇനിയും വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളായിട്ട് നമ്മൾ വന്നിന്. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം വീണ്ടും വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ആദ്യം ഇടത്തിന് എത്തിയിട്ടുണ്ട്. അവർ എത്ര ആൾക്കാരാണ് നോക്കി, മൊത്തം റഷാണ് കേട്ടാ. വാ, പിള്ളേരും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്, നമ്മളെ മഹതി മാത്രം ഡ്രസ്സ് മാറ്റിയില്ല, കുളിക്കുന്നില്ലല്ലേ. എന്നാൽ നിൻ്റെ കുളി ആരും കണ്ടല്ലേ, വേണ്ട. അടിപൊളി സ്ഥലം കേട്ടാ. നമ്മൾ എങ്ങോട്ടാടി ഇറങ്ങുന്നത്, ഇതിലേ കൂടെ ഇറങ്ങുന്നുണ്ടോ അല്ല അങ്ങ് താഴോട്ട് പോകുന്നോ? ഭയങ്കര റഷ് കേട്ടോ, കേട്ടോ. എങ്ങോട്ടാ? അതെന്താ വെച്ചാൽ പിന്നെ കയ്യിൽ മൊബൈലും പേഴ്സും സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് എടുത്ത ടിക്കറ്റ്, വണ്ടീൻ്റെ ചാവിയൊക്കെ മറ്റേ സാധനമല്ലേ, സെൻസർ ടൈപ്പ്. അതുകൊണ്ട് പിന്നെ സാധാരണ ചാവിയാണെങ്കിൽ പ്രശ്നമില്ല, ഇത് മറ്റേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെള്ളത്തിൽ സൈഡിൽ വെച്ചിട്ട് പോകാനും വേണ്ടി പറ്റില്ല, പിന്നെ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഏതായാലും വാണി തൽക്കാലം കുളിക്കുന്നില്ല വെച്ചു. ഓക്കെ, നമ്മൾ നോക്കട്ടെ, ഇവിടുന്ന് എവിടുന്നെങ്കിലും ഇറങ്ങണം. എല്ലാവരും ഇറങ്ങുന്ന സ്ഥലത്തേക്ക് കൂടെ ഇറങ്ങുന്നത് അല്ല, അപ്പം മുകളിലാണ്. വാടി പണ്ണേ കുഞ്ഞുമണി വാ. ഇതാ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള കേട്ടാ. അപ്പോൾ ഒരു സ്ട്രീം അതുവഴി പോയിട്ട് അങ്ങ് താഴോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു വലിയൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്, ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതുവഴി. ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് നമ്മൾ താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയുള്ള മുകളിൽ നിന്നാണ് ഇറങ്ങാൻ പോകുന്നത്. ഇനി നമ്മളെ കുളിക്കാം, നീ കുളി പിടിച്ചോട്ടാ. ഓക്കെ, വാ. അപ്പൊ അവര് വെള്ളത്തിലേക്ക് ഇറങ്ങി, എന്നാലും കൂടി വെള്ളത്തിൽ കളിക്കുന്നതാണ്. അധികെല്ലാം വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയായിരുന്നു, പക്ഷെ ഇന്ന് ഇറങ്ങുന്നുണ്ട്. പേടിയുണ്ട്, എന്നാലും ഇറങ്ങാൻ ഇഷ്ടമുണ്ട്. ഞാൻ പിന്നെ നനയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ മാറ്റാനുള്ള വിഷമായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ. ഇപ്പൊ ഇവരെല്ലാം കളിക്കുന്നതാണ്, ഇറങ്ങണം എന്നെല്ലാം തോന്നുന്നുണ്ട്, പക്ഷെ ഇറങ്ങിയില്ല. ചെറുതായിട്ട് നീങ്ങുന്നുണ്ട്. കുഞ്ഞുങ്ങളെ 2 ആളെ അവിടെ ഇരുത്തിയിട്ടുള്ളത്. അവർക്ക് പേടി, അധികം ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, നമുക്കറിയില്ല. അതിൻ്റെതായ അങ്ങനെ നമ്മുടെ കഥാനായകൻ നടന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട്. എന്തേ, എന്നാ പരിപാടി? ചേർത്തായിരുന്നു ശരിക്കും നോസിറ്റുമായിരിക്കും. പൂവരി പുഴയും അതും ഇതുവല്ല ഓർമ്മ വരും. ഓരാ ഇറങ്ങന്നെ. നമ്മളെ നാട്ടിലെ പുഴേനെല്ലാം മിസ് ചെയ്ത് ഞാനത് മുമ്പും പറയുന്നതാണ്. നാട്ടിൽ നല്ല 1-ാം തരം പുഴ വെച്ചിട്ട് അവിടെ നാട്ടിലുള്ള സമയത്ത് അത് നല്ല നേരം വണ്ണം യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പുറത്തെല്ലാം വന്നിട്ട് വെള്ളം കാണുമ്പോൾ കുളിക്കാനുള്ളൊരു പൂജ. നീന്താനാ ഈ ഒഴുക്ക് വെള്ളത്തിൽ നിന്നല്ലേ പിള്ളേരെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ആഴൊന്നുമില്ല കേട്ടോ, പക്ഷെ കല്ല് പാറയിലുണ്ട്, ആഴൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സേഫാണ്. എല്ലാം ഒരുപാട് കുട്ടികൾ എടുത്ത് കുളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നാ ഇതൊരു ചെറിയ കുട്ടീനെ വെള്ളത്തിലിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, ഇറങ്ങണ്ട, ഇന്നത്തേക്ക് ആകല ഇറങ്ങണ്ട, നല്ല ഇറങ്ങണ്ട.
എങ്ങനാ നല്ല രസം ഉണ്ടായിനാ അതെയാ നമ്മ തലതൊത്തി തെറ്റേ ഇനിയും പോണോ ഇനിയും പോണുണ്ടോ അതെയാ ആയിട്ടില്ല അച്ഛനെ വിളിക്കട്ടെ എന്തെന്ന് എന്താ പറഞ്ഞേ ആ ഇതല്ല ഇതിനകത്ത് അങ്ങനെ പേര് കിട്ടാ അൺകട്ട് എന്താ പഠിക്കണം ഭയങ്കര പൂസിങ്ങാണ് അടിപൊളി പൂസ് കേട്ടോ ഇതിന്റെ ഇത് വീഡിയോ അറിയാണ്ട് ഞെങ്ങിപ്പോയതാ അപ്പൊ കുളി കഴിഞ്ഞ് എന്താ കുപ്പായെല്ലാം അയച്ചിട്ടിട്ടുള്ള അവിടെ പിന്നെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ നമ്മളെ വെച്ച് അതിന് സമയം ഉണങ്ങാൻ നിൽക്കണ്ട അങ്ങനെ എടുത്തിട്ട് വരുവേന്ന് കാണാ എന്തുണ്ടായിന് ആ അടിപൊളി എക്സ്പീരിയൻസ് അല്ല ഒരുത്തി വണ്ടീൻ്റെ അടുക്ക് എത്തി നീ കുളിക്കണമെന്നുണ്ടല്ലേ പക്ഷെ കുളി കണ്ടിട്ടില്ലേ അതുപോലെ പിന്നെ നല്ല ഇറങ്ങണ്ടേ നല്ല തണുത്ത വെള്ളം കിട്ടാ പിന്നെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ല ഞാൻ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് എൻ്റെ സംഭവം ഒന്നും അറിയില്ല അവിടെ കുളിച്ചുകൊണ്ടിരുന്ന അവർ പറഞ്ഞ ഇതിൻ്റെ മുകളിലാണ് ആദ്യം ഉണ്ടായിരുന്നത് കൊറോണയ്ക്ക് ശേഷം അത് ക്ലോസ് ചെയ്തു ഇപ്പം താഴെ മാത്രമേ കൊടുക്കുന്നുള്ളൂ മുകളിലാണെങ്കിൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കുക്കി എങ്ങനെ ഉണ്ടായിന് പരിപാടി അതിപ്പോ അയക്കല്ല ഇതാ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അയക്കല്ല ഏയ് ഇഷ്ടേനാ നേരത്തെ ആള് ഡ്രസ്സ് മാറ്റേണ്ട തിരക്കിലായി അതാണ് അതിനൊന്നും പറയുന്നത് പറയറാ എങ്ങനെ ഉണ്ടായിന് എക്സ്പീരിയൻസ് പറയറാ അതെയാ എന്നിട്ടോ ഇനി പോണാ വിശക്കുന്നുണ്ടാവല്ലേ ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോട്ടാ നാളെ നോക്കട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി ആദ്യം ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് ആദ്യം ഇട്ട ഡ്രസ്സിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ട് കാണാൻ ഓക്കെ കുറച്ച് പാർക്കും പരിപാടിയെല്ലാം എന്തെങ്കിലും ഉണ്ട് പിന്നെ നമുക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ സംഭവങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് ഏതായാലും അവിടെ പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളെന്താണെന്ന് കാണാം പോവല്ലേ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നേ എന്നിട്ടിപ്പം വീണ്ടും മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ആക്ച്വൽ പാർക്കിംഗ് കേട്ടോ ശരിയായ പാർക്കിംഗ് ആണ് മറ്റേത് ഇതിലേക്ക് വരുന്ന സ്ഥലത്തെ പാർക്കിംഗ് ആണ് കുറേ ആൾക്കാർ അവിടെയും വെക്കുന്ന വണ്ടി വെക്കുന്നുണ്ടിട്ട് നമ്മൾ അവിടെ വെച്ചേ പിന്നെ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഇവിടെയും വെക്കാം ഓക്കെ ഇനി നമ്മൾ ഉള്ളിലോട്ട് ഈ പാർക്കിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു നല്ലൊരു പാർക്കുണ്ട് പിന്നെ വേറെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് അറിയില്ല ഞാൻ അങ്ങോട്ട് പോകുന്നത് ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് 2 വീലർ പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ് പിന്നെ കാറുകളൊക്കെ അവിടെയാണ് പിന്നെ അവിടെ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ഓക്കെ ഇവിടെ കുളി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട് ഓക്കെ ഇതാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പാർക്കിലേക്ക് നമ്മൾ ആദ്യം എൻട്രൻസ് കണ്ട പോലത്തെ അതേപോലത്തെ ഒരു ലച്ചുവല നേച്ചർ പാർക്ക് എന്ന് സംഭവം എഴുതിയിട്ടുണ്ടാക്കില്ല പിന്നെ ഇവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുക അത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ മറ്റൊരു വാട്ടർ ഫോം സംഭവമുണ്ട് അത് 2 സ്ഥലമുണ്ട് അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട് പോസ്റ്റ് കാർഡും പരിപാടിയൊക്കെ ഉണ്ട് വാ ഇതാണ് ഇതിൻ്റെ എൻട്രി ഇവിടെ ടിക്കറ്റ് കാണിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു സംഭവമുണ്ട് റൗണ്ടിൽ നല്ല അടിപൊളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഒറിജിനൽ സാധനമല്ല കേട്ടോ പ്ലാസ്റ്റിക്കാണ് ആ നീ നോക്കി പ്ലാസ്റ്റിക്കാണ് കണ്ടാൽ ഒറിജിനൽ പോലെയുണ്ട് എന്താ സംഭവം പക്ഷേ ഈ സാധനമൊക്കെ നല്ല ഇതാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കയറി നല്ല ഗാർഡനും പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഈ സാധനമൊക്കെ സാധാരണ എല്ലാവരും കാണുന്ന സംഭവമാണ് ഇതൊക്കെ നല്ല കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ 2 വഴിയുണ്ട് ഇങ്ങോട്ടും പോവാം വേണമെങ്കിൽ ഇങ്ങോട്ടും പോവാം റോസ് ഗാർഡൻ അങ്ങോട്ടാണ് നമുക്ക് നല്ല അടിപൊളി വഴി കിട്ടാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെയൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് ഇതിൽ അങ്ങോട്ട് പോവാം
പിന്നെ വീഡിയോ ലെങ്തി ആകും. അതുകൊണ്ട് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം സാധാരണ പാർക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയാലോ. നോക്കാം, കുറച്ച് കാണിക്കാം. അങ്ങനെ നമ്മൾ നടന്നൊരു ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സംഭവം പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സ്ഥലം. നമ്മൾ സഹസ്രാരമൊക്കെ പോയപ്പോൾ കണ്ട അതേപോലെ തട്ടായിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൊറോണക്ക് മുമ്പ് വരെ കുളിക്കാൻ കൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. പിന്നെ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് താഴോട്ട് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മളിപ്പം കുളിച്ചത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പം ക്ലോസ്ഡ് ആണ്. ഇതിപ്പം കുളിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഇതന്നെ ഒരു നേച്ചർ പാർക്ക്, ഒരു ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുറേ മരങ്ങളിലും ഇതൊക്കെ ഉള്ളൊരു സംഭവം. അതിൻ്റെ ഉള്ളിലൊരു ഉണ്ടാക്കി വെച്ചൊരു പാർക്ക്. നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ. കാറ്റ്, തണുപ്പ്, പിന്നെ ഇവിടെ ഏതാ ഹോട്ടൽ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇരിക്കാനൊക്കെ സ്റ്റോൺ ബെഞ്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മരത്തിനൊക്കെ കണ്ട ഇങ്ങനെ കളർ ചെയ്തിട്ട് നമ്മൾ ആ എൻട്രൻസ് കണ്ടല്ലേ, എൻട്രൻസ് കണ്ട അതേപോലത്തെ സംഭവം ഇവിടെയൊക്കെ ഉണ്ട്. കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ്. ഒരു എന്താ പറയണ്ട, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന പോലെ വെറും വെള്ളടിയും പരിപാടിയിലായിട്ട് ഇങ്ങനെ അലങ്കോലാക്കി പ്ലേറ്റൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ കച്ചറയും ഇതൊക്കെ ആക്കി വെച്ച സംഭവമല്ല. നല്ല നീറ്റാന്ന് പറയാം. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹട്ട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈവനിങ് ടൈമൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, ഇവിടെയാണ് വാഷ്റൂം സൗകര്യമൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. പിള്ളേർക്ക് എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു കൈയിൻ്റെ ഒരു സംഭവം, ഫിംഗേഴ്സിൻ്റെ ഒരു ഷേപ്പ് കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കും. വാ ഇരിക്കണ, നടന്ന് ക്ഷീണിച്ചല്ലേ. ഓ, നട്ടുച്ചക്കാണ് വന്നിന്. ആ, കിടന്നുറങ്ങാം. വേറെ അടിയിൽ പോകാണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് പോകും. പിന്നെ ഇവിടെ വരേണ്ട സമയം വൈകുന്നേരം ആയിരുന്നു. ഈ ഒരു സമയമായതുകൊണ്ട് ചൂടും ഇതും കൊണ്ട് പെട്ടെന്ന് മടുപ്പ് വരും. പിന്നെ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് അതിൻ്റെതായ ഒരു മയക്കുണ്ട്. വെള്ളത്തിൽ കളിച്ചതിന്റെ അഹങ്കാരം. തട്ടത്തിലായ കറുത്തു പോന്ന് വെച്ചിട്ട് ഇവിടെ എന്തെല്ലോ സാധനം കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഒരു ആ മണി അടിക്കുന്ന സാധനം കാറ്റാടി എന്നതിൻ്റെ പേര്. പിന്നെ ഇതാ ഇവിടെ എന്തെല്ലോ നല്ലോണം ഇവര് വർക്ക് ചെയ്തിന് കേട്ടാ. പിന്നെ ഇതാ ഇവിടെ ഇത് നീ കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു ചെടി കണ്ട, ഇതൊക്കെ ചെറിയ മൊത്തം ഇതിന്റെ എല്ലാ സാധനങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതാ മുണ്ടച്ചക്ക, മുണ്ടച്ചക്ക പിന്നെ ഇതാ ഇവിടെ ആ സാധനം ഇവിടെ കെട്ടിട്ട് എല്ലാവരും ഉണ്ട് കേട്ടാ. അതിങ്ങനെ കാറ്റിനിങ്ങനെ ആടും. ഇതാ പറയുന്നത് കാറ്റാടി ഭയങ്കര. ഇതാ നീ അന്ന് ഇന്നലെ പറഞ്ഞ കണിക്കൊന്ന നിലത്ത് ഇതിലെ അന്ന് കണിക്കൊന്നാവും അല്ലേ. പിന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പറയപ്പെടുന്നത്. അപ്പോൾ ബോട്ടിംഗ് പരിപാടി പിള്ളേർ പോയാലും വിടൂലല്ലേ, കൂട്ട് കയറുന്നടി. ഇങ്ങനെ ഈ സംഭവം തന്നെ ഫൗണ്ടനും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതവിടെ ഒരു ഫൗണ്ടൻ്റെ കാര്യം പറഞ്ഞത്, ഇതിപ്പം വർക്കിംഗ് ആണെന്ന് അറിയില്ല. മ്യൂസിക് ഫൗണ്ടനാണ്. ഇതവിടെ അതിന്റെ ഗാലറി ഒക്കെ ഉണ്ട്. അധിക അത് ഈവനിങ് ടൈം ഇത് വർക്ക് ചെയ്യുള്ളൂ. അടിപൊളി സംഭവം. ഞാൻ മീനെല്ലാം ഉണ്ടടി. കോയലേനെ കാണിച്ചല്ലോ. ഇതാ വരിയായിട്ട് നിൽക്കുന്ന കോയല. അവിടെ സ്വന്തം നാട്ടിലെ കോയല തന്നെ കേട്ടാ. അവിടെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് വാട്ടർ ഫൗണ്ടൻ്റെ സംഭവം. ലൈറ്റും പരിപാടിയിലായിട്ട് സെറ്റപ്പ് ആയിരിക്കും. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെയൊക്കെ ഗ്യാലറി ഇല്ല, അവിടെ ഇരിക്കാൻ സ്ഥലം. അത് എന്തിൻ്റെ അടി എന്താ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന്റെ സംഭവമാണ്. വൈകുന്നേരം ഉണ്ട്. ഈവനിങ് ടൈമിലാണ് ഇതിന്റെ സംഭവം ഉണ്ടാവുക. ഓക്കെ, അവിടെ പ്രൊജക്ടർ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇവിടെ ഗ്യാലറി ആൾക്കാർക്ക് ഇരിക്കാം. 100 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ്. നോക്കിയേ, വൈകുന്നേരമാണ്. ബോട്ടിങ് അവിടെയാണ്. വൈകുന്നേരമായിരുന്നു വരേണ്ടതെന്ന് ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മള് എത്തിയത് ഉച്ചക്കായി പോയില്ല. എന്താ ചെയ്യുക എടി തുടങ്ങി കേട്ടാ. കോപ്പിറൈറ്റ് വരും കേട്ടാ.
വാവ്, ഇതിന്റെ സംഭവം നല്ല ഡയറി. ഇതിപ്പോ വൈകുന്നേരം വരണോ? വന്ന സമയം നന്നായിട്ടാ. അപ്പൊ നമ്മള് ബോട്ടിങ്ങിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ് ആട്ടാ. കേറുന്നില്ല, വെയിലായതുകൊണ്ട് കേറുന്നില്ല, ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അതിന്റെ അടുത്തേക്ക് ജസ്റ്റ് പോയിട്ട് കാണിച്ചിടാം. വാടി അടുപ്പുറം. ഇവിടെ രണ്ട് സൈഡിലേക്കും നടക്കാം, ഇതുവഴി ഇങ്ങനെ റൗണ്ടായിട്ട് നടക്കാം. ചെറിയ ലേക്ക് കേട്ടോ, അത്ര വലുതൊന്നുമല്ല. ഓക്കെ, ഏത് ഈ പാട്ടിന് കിട്ടും, എല്ലാ പാട്ടിനും കിട്ടും. എവിടുന്നോ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഈ വെള്ളമാണ് താഴേക്ക് പോവാൻ. തുള്ളാൻ തുടങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ മലമ്പുഴ യക്ഷി. എന്തെങ്കിലും പറയണ്ടേ, നമ്മളെ യക്ഷീന്റെ പ്രതിമ ഇതാണത്. ആരത്? ഞാനെന്താ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടേ, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ നമ്മള് തിരിക്കുന്നത് തൽക്കാലം വെയിലായതുകൊണ്ട് ബോട്ടിൽ കയറുന്നില്ല, വന്ന സമയം ശരിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നേരെ വിടുവായിരുന്നു അടുത്തൊരു ലൊക്കേഷനിലേക്ക്. ഓക്കെ, അത് മുടിയെല്ലാം എന്തെങ്കിലും ആയി മതിയായിരിക്കാം, ഒന്നുകൂടി പറയണ്ട, അത് പ്രശ്നമൊന്നുമില്ല. അത് ശരിക്കും നോക്കിക്കോളാം, കട്ടാക്കാണ്ട് പറയും. പറഞ്ഞോ, എന്താ പറയണ്ടേ? അപ്പൊ ശരി. അപ്പൊ നമ്മള് സബ്സ്ക്രൈബ് പറ. അപ്പൊ ശരി. അപ്പോ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, നമസ്കാരം.